ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ അണ്ടർ 17 വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, യൂറോപ്യൻ കരുത്തരായ പോർച്ചുഗലാണ്. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ മറ്റൊരു യൂറോപ്യൻ ടീമായ ഓസ്ട്രിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പോർച്ചുഗൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 32ാമത്തെ മിനിറ്റിൽ അനീസിയോ കബ്രാൾ നേടിയ ഗോളാണ് ഈ കലാശ പോരാട്ടത്തിൽ പോർച്ചുഗലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് അണ്ടർ 17 വേൾഡ് കപ്പ് ഇപ്പോൾ പോർച്ചുഗൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ടൂർണമെന്റിൽ പോർച്ചുഗലിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ഒരു താരമുണ്ട്. അത് മറ്റാരുമല്ല, അനീസിയോ കബ്രാൾ തന്നെയാണ്. ബെൻഫിക്കയുടെ യൂത്ത് ടീമിന് വേണ്ടി കളിക്കുന്ന ഈ താരം എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ പിടിച്ചു പറ്റിയിട്ടുണ്ട്. 8 മത്സരങ്ങൾ കളിച്ച താരം 8 ഗോൾ പങ്കാളിത്തങ്ങളാണ് ഈ ഒരു വേൾഡ് കപ്പിൽ വഹിച്ചിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ന്യൂ കാലഡോണിയക്കെതിരെ ഇരട്ട ഗോളുകൾ നേടാൻ അനീസിയോക്ക് കഴിഞ്ഞിരുന്നു. അതിനുശേഷം മൊറോക്കോക്കെതിരെ നടന്ന മത്സരത്തിൽ ഒരു ഗോൾ അദ്ദേഹം സ്വന്തമാക്കി. അതിനുശേഷം ജപ്പാനെതിരെ ഒന്നും നേടാനായില്ല. പിന്നീട് ബെൽജിയത്തിനെതിരെ ഇരട്ട ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷം മെക്സിക്കോക്കെതിരെ ഒരു ഗോൾ അദ്ദേഹം നേടി. പിന്നീട് സ്വിറ്റ്സർലൻഡിനെതിരെ നടന്ന മത്സരത്തിൽ ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കി. ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ വിജയ ഗോൾ നേടിക്കൊണ്ട് പോർച്ചുഗലിന് വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ 8 മത്സരങ്ങളിൽ നിന്ന് 8 ഗോൾ പങ്കാളിത്തങ്ങളാണ് അനീസിയോ വഹിച്ചിട്ടുള്ളത്. 17 വയസ്സുള്ള ഈ ഒരു താരം പോർച്ചുഗലിന്റെ ഭാവി വാഗ്ദാനമാണ്. പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.